മൗനം കരുത്തായപ്പോൾ. അതിരാവിലെ മുതൽ മഴ പെയ്യുകയായിരുന്നു. അബിഗയിൽ ബസ് സ്റ്റോപ്പിൽ നിശബ്ദയായി നിൽക്കുകയായിരുന്നു. കൈകൾ രണ്ടും ബാഗിൽ മുറുക്കെ പിടിച്ചിരുന്നു. ആകാശത്തിലെ മേഘങ്ങളെക്കാൾ ഭാരമുള്ളതായി അവൾക്ക് തന്റെ ഹൃദയം എന്ന് തോന്നി. ജോലി സ്ഥലത്ത് അവളുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെട്ടു. പുറത്തു കടക്കാൻ ഒരു വഴിയുമില്ലാതെ എവിടെ തിരിഞ്ഞാലും തന്നെ ഒരു മൂലയിലേക്ക് തള്ളപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി. അബിഗയിൽ തന്റെ മനസ്സിൽ സംഭാഷണങ്ങൾ ആവർത്തിച്ചു ചിന്തിച്ചു. താൻ എന്താണ് പറയേണ്ടിയിരുന്നത്, എങ്ങനെ ഇനിയും വിശദീകരിക്കാം എന്ന് ആലോചിച്ചു. മൗനം അനീതിയായി അവൾക്ക് തോന്നി. കാത്തിരിക്കുന്നത് അപകടമാണെന്നും അവൾക്ക് തോന്നി. അന്ന് വൈകുന്നേരം അവൾ തന്റെ പ്രായമായ അമ്മായി രൂത്തിനെ സന്ദർശിച്ചു. ആഴത്തിലുള്ള സമാധാനം എപ്പോഴും കൂടെയുള്ള ഒരു സ്ത്രീയായിരുന്നു രൂത്ത്. അബിഗയിൽ തന്റെ വിഷമങ്ങൾ പങ്കുവെച്ചപ്പോൾ നിരാശയും ഭയവും കൊണ്ടുള്ള അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അമ്മായി രൂത്ത് ക്ഷമയോടെ കേട്ടു. എന്നിട്ട് പതുക്കെ അബിഗയിലിന്റെ കൈ പിടിച്ചു പറഞ്ഞു, അബിഗയിൽ, ദൈവത്തിന്റെ ജനം കടലിനും ശത്രുക്കൾക്കും ഇടയിൽ കുടുങ്ങിയപ്പോൾ ദൈവം അവരോട് എന്താണ് പറഞ്ഞതെന്ന് നീ ഓർക്കുന്നുണ്ടോ? അബിഗയിൽ തലയാട്ടി. അമ്മായി രൂത്ത് പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് ആ വാക്കുകൾ അബിഗയിലിന്റെ ഹൃദയത്തിൽ പതിപ്പിക്കുന്നത് പോലെ സാവധാനം പറഞ്ഞു, യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരിപ്പിൻ. അബിഗയിൽ നിശ്ചലയായി ഇരുന്നു. വാക്കുകൾ വിചിത്രമായി തോന്നി. അവൾക്കത് വിശ്വസിക്കാനായില്ല. മിണ്ടാതിരിക്കുകയോ? എല്ലാം ഇത്ര അടിയന്തരമായി തോന്നുമ്പോഴോ? അവളുടെ കണ്ണുകളിലെ സംശയം കണ്ട് രൂത്ത് തുടർന്നു. ഇസ്രായേൽ ജനത്തിന് പോകാൻ ഒരിടവുമില്ലായിരുന്നു. ദൈവം അവരോട് യുദ്ധം ചെയ്യാനോ സ്വയം പ്രതിരോധിക്കാനോ ആവശ്യപ്പെട്ടില്ല. തന്നെ വിശ്വസിക്കാൻ മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അന്ന് രാത്രി അബിഗയിൽ വ്യത്യസ്തമായി പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ യുദ്ധം എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. മിണ്ടാതിരിക്കാനും അങ്ങയിൽ വിശ്വസിക്കാനും ഞാൻ തീരുമാനിച്ചു. എന്നെ സഹായിക്കണം. തുടർന്നുള്ള ദിവസങ്ങൾ എളുപ്പമായിരുന്നില്ല. ഓരോ ഘട്ടത്തിലും സ്വയം ന്യായീകരിക്കാനുള്ള പ്രേരണയെ അബിഗയിൽ നിയന്ത്രിച്ചു. ഭയത്തേക്കാൾ സത്യത്തെ, ഉത്കണ്ഠയേക്കാൾ പ്രാർത്ഥനയെ അവൾ തിരഞ്ഞെടുത്തു. ഒറ്റ രാത്രി കൊണ്ട് സാഹചര്യം മാറിയില്ലെങ്കിലും അവളുടെ ഉള്ളിൽ എന്തോ ഒന്ന് മാറി. വൈകാതെ തന്നെ ജോലിസ്ഥലത്തെ തെറ്റിദ്ധാരണ അബിഗയിൽ നിർബന്ധിക്കാതെ തന്നെ പരിഹരിക്കപ്പെട്ടു. ഏറ്റവും ആവശ്യമായ സമയത്ത് ഒരു സഹായം എത്തിച്ചേർന്നു. എന്നാൽ ഏറ്റവും വലിയ മാറ്റം അവളുടെ ഹൃദയത്തിൽ ഉറച്ചു നിന്ന സമാധാനമായിരുന്നു. മൗനമായിരിക്കുക എന്നത് തോൽവി സമ്മതിക്കലല്ലെന്ന് അബിഗയിൽ അപ്പോൾ തിരിച്ചറിഞ്ഞു. ആ യുദ്ധം ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നതിലായിരുന്നു. വീണ്ടും ഭയം വരുമ്പോഴെല്ലാം അവൾ അമ്മായിയുടെ ശബ്ദവും ആ ലളിതമായ സത്യവും ഓർത്തു. ദൈവം അവൾക്കായി യുദ്ധം ചെയ്യുകയായിരുന്നു. പാഠം: നിങ്ങൾ കുടുങ്ങിപ്പോയതായും തളർന്നതായും തോന്നുമ്പോഴൊക്കെ ഓർക്കുക, യുദ്ധം ദൈവത്തിൻ്റെതാണ്. നാം മൗനമായിരിക്കാൻ തീരുമാനിക്കുമ്പോൾ സമാധാനം കൈവരും. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരിപ്പിൻ. പുറപ്പാട് 14 അധ്യായം 14 വാക്യം.